ഇന്ന് അത്താഴത്തിന് ഇന്നൊരു സ്പെഷ്യലാണ്. മധുരക്കിഴങ്ങ് മുറിച്ച് പുഴുങ്ങി ചൂടുള്ള മധുരക്കിഴങ്ങാണ്. പിന്നെ ബട്ടർ, പിന്നെ കുരുമുളകും പൊടി. ഇതാണ് ഇന്ന് അത്താഴത്തിന്. അപ്പോൾ നമ്മൾ എന്താ തേങ്ങ ഇതേപോലെ ചെയ്ത് നോക്കണം കേട്ടോ. നന്നായി വെന്ത നല്ല മധുരക്കിഴങ്ങ് ഇതേപോലെ ഉടയ്ക്കുക. ചൂട് മധുരക്കിഴങ്ങ് ഇതേപോലെ ഉടച്ചിട്ട് നമ്മൾ ഇതേ ബട്ടർ കണ്ട ബട്ടർ 3 പീസ് ഇതേപോലത്തെ 3 പീസ് ബട്ടർ ഇതിലിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും പൊടി, ഒരു എരിവിന് കുറച്ച് കുരുമുളകും പൊടി ഇട്ട് കൊടുക്കും. ഇനി നമ്മൾ ഈ നല്ല ചൂടുള്ള മധുരക്കിഴങ്ങ് ആയ കാരണം ബട്ടർ അതിൽ കിടന്ന് ഉരുകും. എന്നിട്ട് നമ്മൾ ഇതേപോലെ നല്ലോണം ഉടച്ചെടുക്കാം. നമ്മൾ മധുരക്കിഴങ്ങ് തൈര് ചമ്മന്തിയൊക്കെ കൂട്ടി തിന്നും. പച്ചമുളക് ചമ്മന്തി, പിന്നെ നമ്മൾ മധുരക്കിഴങ്ങ് വെറുതെ പുഴുങ്ങി തിന്നും. പിന്നെ നമ്മൾ മധുരക്കിഴങ്ങ് ഉപ്പേരി വെച്ച് കഴിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. വറുത്ത് കഴിക്കും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതാ ബട്ടറൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. നല്ല ചൂടുള്ള മധുരക്കിഴങ്ങാണ്, പുഴിഞ്ഞ വൈക്ക് എടുത്തതാണ്. നല്ല ചൂട് വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഉടച്ച് ചേർക്കാം. കുരുമുളകും ബട്ടറും ഒക്കെ മൊത്തം മധുരക്കിഴങ്ങിലേക്ക് അരിച്ച് ചേർക്കണം. ഇതേപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ചേർക്കണം. ഇനി നമുക്കിത് കഴിക്കാം. ചൂടോടെ തന്നെ കഴിക്കാം കേട്ടോ. മധുരക്കിഴങ്ങ് കഴിക്കുന്നത് നല്ലതാണ്. ഷുഗറുള്ളവർക്കൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. മധുരക്കിഴങ്ങ് കാണുമ്പോൾ വിടരുതെന്നാണ് പറയുന്നത്. ഞാൻ മധുരക്കിഴങ്ങ് പുറത്ത് പോകുമ്പോൾ കാണുമ്പോഴൊക്കെ കഴിക്കും. നല്ല ടേസ്റ്റിന് കിട്ടാം. ബട്ടറിൻ്റെ രുചിയും പിന്നെ കുരുമുളകിൻ്റെ കടിക്കുമ്പോൾ കുരുമുളക് ക്രഷ് ചെയ്തിട്ട് തണം. കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റും നല്ല രുചിയിട്ട്